പഴയ കാലത്തെ നലങ്കുമാവാണ്. അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ ചർമ്മത്തിൽ, നമ്മുടെ ബോഡിക്കും മുഖത്തിനും ഒരേപോലത്തെ കളർ തരാനും ഒരേപോലെ ഒരു ഫെയർ കോംപ്ലക്ഷൻ തരാനും. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? മുഖത്തിന്റെ കാന്തി അല്ലെ മുഖത്തിന്റെ തിളക്കവും കളറും നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു വെല്ലുവിളി തന്നെയാണ് അല്ലെ. നമ്മൾ എപ്പോഴും അന്തരീക്ഷത്തിലോട്ട് എക്സ്പോഷറാണ്, എപ്പോഴും സൺലൈറ്റിലോട്ട് എക്സ്പോഷറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ സ്കിന്നിനെ പരിചരിച്ചേ പറ്റുള്ളൂ. ഏത് പ്രായത്തിലുള്ളവർക്കും അതൊരു വെല്ലുവിളിയാണ്. എസ്പെഷ്യലി ആൻറ്റി ഏജിങ്ങിലൂടെ കടന്നു പോകുന്നവർക്ക്. ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 25 വയസ്സിന് മേളിൽ നമ്മളുടെ സ്കിൻ ഏജിങ്ങിന്റെ പ്രോസസ്സിലോട്ട് കടക്കുന്ന ഒരു സമയമാണ്. അപ്പം മുതലേ നമ്മൾ പരിചരിച്ച് പോരുവാണെന്നുണ്ടെങ്കിലാണ് നമ്മളുടെ സ്കിന്നിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും കാലം നമ്മളുടെ സൗന്ദര്യം നിലനിർത്താൻ പറ്റും എന്നുള്ളതിന് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ ഒരുപാട് പേരുണ്ട്. അതിൽ പ്രത്യേകിച്ച് ചെറിയ പ്രായമുള്ളവർക്കൊക്കെ നല്ല പ്രായം, അതായത് ഉള്ള പ്രായത്തിൽ കൂടുതൽ തോന്നിക്കുന്ന സ്കിന്നുള്ള ഒരുപാട് പേരുണ്ട്. മുഖക്കുരുവിൻ്റെ പാട് കൊണ്ടും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, ചെറിയ ചെറിയ ചുളിവുകളും റിങ്കിൾസും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രായം തോന്നും. ചിലർക്ക് പക്ഷെ കണ്ടാൽ പ്രായം തോന്നത്തില്ല. അതിൻ്റെയൊക്കെ കാര്യം സ്കിന്നിൻ്റെ ഒരു ഹെൽത്തി സ്കിന്നിൻ്റെ ഒരു ഗ്ലോയാണ്, നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയാണ്. ഈ ഗ്ലോ നിലനിർത്താനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലോ നിരന്തരമായിട്ട് കിട്ടും. അതല്ലാതെ നമ്മൾ പാർലറിൽ പോയോ അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ചെയ്യുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമാണ് കിട്ടുന്നത് എന്നുള്ളതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഒരു 2 ദിവസം നല്ല തിളക്കം കാണും, പിന്നെ ഒരു ചെറിയ വെയിൽ അടിച്ചു കഴിയുമ്പോഴേ ആ കളർ അങ്ങ് മങ്ങി ഉള്ളതിനേക്കാൾ കൂടുതൽ ടാൻ നമ്മുടെ മുഖത്തുണ്ടാകുകയും വീണ്ടും നമ്മൾ അവരുടെ അടുത്തോട്ട് ട്രീറ്റ്മെൻറ്റ് പോവുകയും ചെയ്യും. അത് തന്നെ ആയിരിക്കുമല്ലോ അവരുടെ ബിസിനസ് ടാക്ടീസും അല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നിരന്തരമായിട്ടൊരു പരിഹാരം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹൽദി ഫംഗ്ഷന് പോയിട്ട് വന്നതാണ്. എൻ്റെ നെയ്ബറിൻ്റെ 1 മാസമായിട്ട് നമ്മൾ നിർദ്ദേശിച്ച പ്രകാരമുള്ള നലങ്ക് മാവ് ഉപയോഗിച്ചാണ് ആ കുട്ടി കുളിക്കുകയും മുഖത്ത് അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. പ്രത്യേകിച്ചും ഇവിടെയുള്ള കല്യാണങ്ങളിൽ ബ്രാഹ്മിൻസ് കൂടുതലും ഉപയോഗിക്കുന്നത് പഴയ കാലത്തെ നലങ്ക് മാവാണ്. അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ ചർമ്മത്തിൽ, നമ്മുടെ ബോഡിക്കും മുഖത്തിനും ഒരേപോലത്തെ കളർ തരാനും ഒരേപോലെ ഒരു ഫെയർ കോംപ്ലക്ഷൻ തരാനും നമ്മുടെ സ്കിന്നിലെ മൃതകോശങ്ങളെ അകറ്റി നല്ല സ്മൂത്ത് ആക്കി വെക്കാനും അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ക്ലൈമറ്റിന്റെ ചേഞ്ച് ആവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെപ്പോഴും സണ്ണിലോട്ട് എക്സ്പോഷറാണ്, നമ്മൾ പുറത്ത് പോകുന്നുണ്ടായിരിക്കും, സ്കൂട്ടി ഓടിക്കുന്നുണ്ടായിരിക്കും, ഈവൻ കാർ നമ്മൾ ഡ്രൈവ് ചെയ്താൽ കൂടെ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് കളർ മാറും. നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ പറ്റും. നലങ്ക് മാവ് വളരെ പുരാതന കാലം മുതലേ തന്നെ, രാജാക്കന്മാരുടെ കാലം മുതൽ തന്നെ പ്രിൻസസ് ഒക്കെ അവരുടെ സ്കിൻ കെയർ ഉപയോഗിച്ചിരുന്നതാണ്. ഇവിടെ തമിഴ്നാട്ടിൽ പറയപ്പെടുന്നത് ദേവിമാരൊക്കെ അവരുടെ സ്കിൻ കെയറിൽ ഉപയോഗിച്ചിരുന്ന കുറേ ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് നലങ്ക് മാവിൽ ചേർത്തിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നല്ല സ്മൂത്ത് ആകുകയും നല്ല കളർ വെക്കുകയും ചെയ്യും. നമ്മൾ ഫേസിന് എത്ര എഫേർട്ട് എടുക്കുന്നു, ഫേസിന് എത്ര കളർ കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതേ കളർ തന്നെ നമ്മുടെ കൈക്കും കാലിനും മുഖത്തിനും ഒരേപോലെ കളർ വെക്കുകയും നമ്മുടെ യുവത്വം കുറേ നാളത്തേക്ക്, അതായത് നമുക്ക് എത്ര നാൾ നമ്മുടെ യുവത്വം ഇൻട്രസ്റ്റോടെ നമുക്ക് കാത്തു സൂക്ഷിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അത്ര നാളും നമുക്ക് നമ്മുടെ സ്കിന്നിനെ വളരെ പട്ടുപോലെ കൊണ്ട് നടക്കാൻ പറ്റും. സോ ആ കുട്ടിക്ക് അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് റിസൾട്ട് ഉണ്ട്. സോ ആ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ. വീഡിയോയിലേക്ക് പോകാം, നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ചെറുപയർ, കടലപ്പരിപ്പ് 50 ഗ്രാം ആണ് എല്ലാം, ഉലുവ 50 ഗ്രാം, നമ്മുടെ ബദാം 50 ഗ്രാം, എല്ലാം 50 ഗ്രാം അളവിലാണ്. അരിപ്പൊടി വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് അതിൽ നിന്നും ഞാൻ 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചന്ദനപ്പൊടിയാണ്, സാൻഡൽവുഡ് പൗഡർ, അതും 50 ഗ്രാം ആണ്. ഇത് കച്ചോലത്തിൻ്റെ പൊടിയാണ്, കച്ചോലം 50 ഗ്രാം. ഇത് രാമച്ചമാണ്, വെട്രിവേർ എന്ന് പറയും, ഇതും 50 ഗ്രാം ആണ്. ഇത് ആവാരമ്പൂവും 50 ഗ്രാം ആണ്. ഇത് മകിഴമ്പൂവും 50 ഗ്രാം ആണ്. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് ചെമ്പരത്തിയാണ്, ഉണങ്ങിയ ചെമ്പരത്തിപ്പൂ, ഇതും 50 ഗ്രാം ആണ്. ഇത് മരിക്കൊളുന്തെന്ന് പറയും. എനിക്ക് മലയാളം വേർഡ് അതിൻ്റെ അറിയില്ല, ഇംഗ്ലീഷ് വേർഡ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇത് റോസ് ഫ്ലവർ ഉണങ്ങിയതാണ്. 2 പാത്രം വന്നപ്പോഴാണ് അത് 50 ഗ്രാം ആയത്, അതുകൊണ്ടാണ് 2 പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ചെറുപയറും കടലപ്പരിപ്പും
ബദാമും ഉലുവയും കൂടെ പൊടിച്ചെടുക്കാം. അത് ആദ്യം പൊടിക്കാൻ എളുപ്പമുള്ള സാധനമായതുകൊണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ പൊടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം, തരിയൊന്നുമില്ലാതെ. കാരണം നമ്മുടെ ഫേസിലും സ്കിന്നിലും ഇത് വെച്ചിട്ട് പോറലുകളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇത് പൊടിച്ചൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് കച്ചോലത്തിൻ്റെ പൊടിയും അരിപ്പൊടിയും ചന്ദനപ്പൊടിയും കൂടെ ചേർത്ത് മാറ്റി വയ്ക്കാം. ഇത് ചന്ദനപ്പൊടിയാണ്. നല്ല ചന്ദനം ഉരച്ചാൽ ഇതുപോലൊരു പിങ്ക് കളറാകും. പിന്നെ നമുക്കുള്ളത് ചെമ്പരത്തിപ്പൂ, റോസ് ഫ്ലവർ, ആവാരമ്പൂ, മകിഴമ്പൂ, മരിക്കൊളുന്ത്, ഇതെല്ലാം കൂടെ നമുക്ക്, ഇത് കച്ചോലമാണ്, ഇത് രാമച്ചമാണ്. ഇതെല്ലാം കൂടെ ഒരു വലിയ പാത്രത്തിലിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. മകിഴമ്പൂ, ആവാരമ്പൂ, ആ സോഫ്റ്റായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ വെയിലത്ത് ഉണക്കിയതാണെങ്കിലും നമ്മളൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ സേഫാണ്. ഇത് ചെമ്പരത്തിപ്പൂവാണ്, മുഖം വെളുപ്പിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. അതുപോലെ മരിക്കൊളുന്ത്, രാമച്ചം, ഇതൊക്കെ അത്രയ്ക്കും നമ്മുടെ സ്കിൻ കെയറിലും സ്കിൻ വൈറ്റനിങ്ങിലും ആൻറ്റി ഏജിങ് സ്കിൻ കെയറിലൊക്കെ വളരെ നല്ലതാണ്. രാമച്ചം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ, രാമച്ചവും കൊളുന്തും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് ചൂടാക്കി എടുക്കാനും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനും ഒക്കെ വളരെ എളുപ്പത്തിനും കൂടിയാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. എത്ര തന്നെ വെയിലത്തിട്ടെന്ന് പറഞ്ഞാലും അത്രയ്ക്കും നമുക്ക് അങ്ങോട്ട് ചൂടായി കിട്ടത്തില്ല. അതുകൊണ്ട് ഒത്തിരി ഫ്ലെയിമിലിട്ട് കരിച്ചെടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 70-60 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടും ചൂടാക്കിയെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണ് പാത്രമുള്ളത്. ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചൂടാക്കി എടുത്തിട്ട് നമുക്ക് കുറച്ചായിട്ടിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നല്ല സ്മെല്ലായിരിക്കും വീട് ഫുള്ള്. നമ്മൾ ആദ്യം പൊടിച്ച പൊടിയെടുത്ത ആ മിക്സി തന്നെ മതി, കഴുകാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഇട്ട് ഒരു 3 പ്രാവശ്യം പൊടിക്കുമ്പോഴേക്കും നമുക്ക് 1 മന്ത് 1.5 മാസത്തിനൊക്കെ കറക്റ്റായിരിക്കും. ഇങ്ങനെ പൊടിച്ചെടുക്കുക എല്ലാം തന്നെ. പൊടിച്ചെടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളുടെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്ത് മാത്രം പോരാ, നമുക്കതിനെ ഫൈൻ പൗഡറായിട്ട് എടുക്കണം. അതുകൊണ്ട് അകലമില്ലാത്ത അരിപ്പയ്ക്കകത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. കുറേശ്ശെ ഒരു 3-4 പ്രാവശ്യം അരിക്കുമ്പോഴേക്കും നമുക്ക് ടാൽക്കം പൗഡർ പോലത്തെ നല്ല പൗഡർ കിട്ടും. അരിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ ചില തരികളൊക്കെ നമ്മുടെ സ്കിന്നിനെ റാഷസ് ഉണ്ടാക്കാനും കുറച്ച് മുറിവുണ്ടാക്കാനും സാധ്യതയുണ്ട്. എസ്പെഷ്യലി ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സോഫ്റ്റ് അല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ പൗഡർ റെഡി ആയിക്കഴിഞ്ഞു. ഭയങ്കര നല്ല സ്മെല്ലാണ്. ഞാനിപ്പോൾ കുറച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്ന് മിക്സ് ചെയ്യുന്നത് കുറച്ച് പാൽപ്പൊടിയും റോസ് വാട്ടറും വെച്ചാണ്. നിങ്ങൾക്ക് കഞ്ഞിവെള്ളം വെച്ച് മിക്സ് ചെയ്യാം, തൈര് വെച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ വെറും വാട്ടർ വെച്ച് മിക്സ് ചെയ്യാം, വെള്ളരിക്ക ജ്യൂസ് വെച്ച് മിക്സ് ചെയ്യാം, അലോവേറ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തതിനെ നമുക്ക് ദേഹത്ത് തേക്കാവുന്നതാണ്. മുഖത്തും തേക്കാം, മുഖത്തും ദേഹത്തും തേക്കണം. പ്രത്യേകിച്ച് റീസെൻ്റായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 10-15 ദിവസം അടുപ്പിച്ചിട്ടാൽ ദേഹത്തിനും മുഖത്തിനുമൊക്കെ നല്ല കളറ് കിട്ടും. വേണമെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മഞ്ഞൾ ആഡ് ചെയ്യാം. എൻ്റെ ഒരു ഫേവറേറ്റ് അല്ല മഞ്ഞൾ ഡെയിലി കുളിക്കാനായിട്ട്. ഞാൻ വല്ലപ്പോഴുമേ മഞ്ഞൾ ചേർക്കാറുള്ളൂ. സാധാരണ മഞ്ഞളോ കസ്തൂരി മഞ്ഞളോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മഞ്ഞൾ ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും ഇട്ടത് കൊണ്ട് മഞ്ഞളിൻ്റെ കളർ വരില്ല. നല്ലതായിട്ടിട്ടാൽ ചിലപ്പോൾ മഞ്ഞളിൻ്റെ കളർ വരും. അത് എൻ്റെ സ്കിൻ ടോണിന് മാച്ചാവില്ല. ഞാൻ മഞ്ഞൾ നന്നായിട്ട് വറുത്തിട്ടാണ് ദേഹത്ത് തേക്കാറുള്ളത്. തേക്കുന്ന സമയത്ത് ഇങ്ങനെ തേച്ചിട്ട് ദേഹം മൊത്തം തേച്ചിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആവും ഇതൊന്ന് തേക്കാനായിട്ട്. തേച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആകുകയും മൃതകോശങ്ങൾ മാറി എക്സ്ഫോളിയേറ്റ് ആകുകയും ശരീരം അല്ലെങ്കിൽ മുഖം നല്ല സോഫ്റ്റ് ആകുകയും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല കളർ കിട്ടുന്നതും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഉപയോഗിച്ച് നോക്കിയിട്ട് പറയും.
ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് കളർ തരാനും നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കാനും, ക്ലിയർ സ്കിൻ ആക്കാനും, സ്കിന്നിൻ്റെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ മാറ്റാനും, സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക്, ബ്ലാക്ക് സ്പോട്ടിനെ ഒക്കെ മായ്ച്ചു കളഞ്ഞ് നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ തരാനും, നല്ല ഗ്ലോ തരാനും, നല്ല ഫെയർ ആക്കാനും, സൺ ടാനിൽ നിന്ന് മാറ്റാനും ഒക്കെ കഴിവുള്ള ഒരു പൗഡറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കിൻ വൈറ്റനിങ് പൗഡറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾക്കും ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, കുറച്ചൊക്കെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പം എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരിക്കൊള്ളുന്നൊക്കെ ഇവിടെ മാർക്കറ്റിൽ കിട്ടും, നമുക്ക് വാങ്ങിച്ച് ഇവിടെ ബാൽക്കണിയിൽ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ പോലും അതിനകത്ത് ചെറിയ എട്ടുകാലി, ചെറിയ വണ്ട്, പൂച്ചകളൊക്കെ കയറാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ പൊടിക്കുന്നതിന് മുന്നേ അത് ഒന്നും കൂടെ റീചെക്ക് ചെയ്തിട്ട് പൊടിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അലർജി ഉണ്ടാകാനും റാഷസ് ഉണ്ടാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. മാക്സിമം ക്ലിയർ ആയിട്ടും ക്ലീൻ ആയിട്ടും മാത്രമേ എന്തും തന്നെ മുഖത്തിടുന്നതിന് മുന്നേ നമ്മൾ അത് പ്രിപ്പയർ ചെയ്യാവുള്ളൂ. കാരണം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ വളരെ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3, 4 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യണം. വീട്ടിലുള്ള വേറെ ആരെ കൊണ്ടെങ്കിലും കൂടെ ഒന്നും കൂടെ ചെക്ക് ചെയ്യിക്കണം. കാരണം നമ്മൾ ആ ഒരു ആങ്സൈറ്റിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല. അതുകൊണ്ട് വേറൊരാളെ കൊണ്ടും കൂടെ ചെക്ക് ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ അതൊന്നും കൂടെ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂടാക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് സേഫാണ്. ഇൻ കേസ് എന്തെങ്കിലും സ്പൈഡർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ ചെറിയ ചൂട് തട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് അങ്ങനത്തെ ഉണ്ടെന്നുള്ളത്. പിന്നെ അതിനകത്ത് ഫംഗസ് വരാതെയും ഒക്കെ സൂക്ഷിക്കാൻ, ചെറിയ ഈർപ്പമോ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചറോ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളതൊന്ന് ചൂടാക്കിയിരിക്കുന്നത്. ചൂടാക്കുന്നതിന് മുന്നേ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചൂടാക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറഞ്ഞിരിക്കുന്ന അതേ അനുപാതത്തിൽ, ഞാൻ 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്, അതേ അനുപാതത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 മാസത്തേക്കുള്ള സോപ്പായി. വേറെ സോപ്പ് ചേർത്ത് കുളിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിന് അത്രയ്ക്കും നല്ല ഒരു സുഗന്ധം എപ്പോഴും ഉണ്ടാവും. ഒരു വിയർപ്പിന്റെ നാറ്റമോ ഒന്നും നമ്മുടെ ശരീരത്തുണ്ടായിരിക്കത്തില്ല. അതുപോലെ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഹെർബൽ സ്മെല്ലുണ്ടായിരിക്കും. ആ ഒരു സ്മെല്ല് നമ്മുടെ ശരീരത്തെ എപ്പോഴും തന്നെ കാണും. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ത് തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിൽ, ആ ഒരു ഇൻഗ്രീഡിയൻസിൽ അലർജി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം? ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്ന ഐറ്റം, പാല്, തൈര്, കഞ്ഞിവെള്ളം അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ചെവിയുടെ ബാക്ക് സൈഡിൽ ഇവിടെ ചെറുതായിട്ട് ഇട്ട് നോക്കിയിട്ട് ഒരു 6 hours അല്ലെങ്കിൽ 4 hours കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. ഒന്നുമില്ല, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. 50 ഗ്രാം അങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാം തന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ തേടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഷുറൻസ് നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന പോലാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ഒരു ബൂസ്റ്ററാണ്. ഇപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്, സിറം ഇടുന്നുണ്ട്, പല പ്രോഡക്റ്റും വാങ്ങിച്ച് സിറം ഇടുന്നുണ്ട്, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അത്രയ്ക്കും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. സൺലൈറ്റ് വളരെ ഒരു ഹാർഷ് ആയിട്ടുള്ള UV റേസ് ആണ് നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടൊക്കെ എല്ലാ കെയറും നമുക്ക് ആവശ്യമാണ്. ഇത് മതിയോ അത് മതിയോ അങ്ങനല്ല. നമ്മുടെ സ്കിന്നിനെ കുറിച്ച് നമ്മൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. മനസ്സിലാക്കുക. വേറൊരാൾക്ക് ഇപ്പോൾ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ കൂടെ നിങ്ങൾ കാണുന്ന സമയത്തുള്ള ആ ഒരു ഇൻസ്പെക്ഷൻ വെച്ചിട്ടായിരിക്കും, ടെസ്റ്റ് എടുത്ത് വെച്ചിട്ടായിരിക്കും അവരതിൻ്റെ റിസൾട്ട് പറയുക. നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥയും സ്കിന്നിൻ്റെ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുക. ഓരോ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും നിങ്ങൾ പാച്ച് ടെസ്റ്റ് എടുക്കാൻ മറക്കരുത്. നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പോകുന്നത് ഒരു ഇൻഷുറൻസ് ചെയ്യുന്ന പോലെയാണ്. ഒരു ഗ്യാരണ്ടിയാണ് നമ്മുടെ സ്കിന്നിന്. ഉറപ്പായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ പെട്ടെന്ന് ഒറ്റയടിക്ക് കിട്ടില്ല. കുറേ നാളുകൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ മാർക്കില്ലാതെ, ഒരു ലൈൻ ഇല്ലാതെ, ഒരു റാഷസ് ഇല്ലാതെ ഒക്കെ കിട്ടും. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പലരും നമ്മളെ കളിയാക്കി എന്നൊക്കെ ഇരിക്കും. ഈ പ്രായത്തിൽ എന്തിനാ ചെയ്യുന്നത്, അല്ലെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, വേറെ പണിയില്ലേ, നാച്ചുറലായിട്ടും കാണാൻ കൊള്ളാമല്ലോ, പിന്നെ എന്തിനാ ചെയ്യുന്നത്? അങ്ങനെയല്ല. നമുക്ക് നാച്ചുറലായിട്ടും കൊള്ളാമെങ്കിലും നമ്മൾക്കത് നിലനിർത്തണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സ്നേഹം ഞാൻ കമൻറ്റുകളിലൂടെ കാണുന്നുണ്ട്. ഞാൻ അതിൻ്റെ റിപ്ലൈ മാക്സിമം എല്ലാവർക്കും തരാൻ ശ്രമിക്കാറുണ്ട്. കമൻറ്റുകൾക്കടിയിലുള്ള കമൻറ്റുകൾക്ക് ചിലപ്പോൾ ഞാൻ കാണാതെ പോകാറുണ്ട്. അത് ചിലപ്പോൾ അതായത് കുറേ അവേഴ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് ചില കമൻറ്റുകൾക്കുള്ള റിപ്ലൈ ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്.
ഡയറക്റ്റ് കമന്റ് ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. കമന്റുകൾക്ക് അടിയിൽ കമന്റ് ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ കാണാറില്ല. പിന്നെ ഇപ്പൊ യൂട്യൂബ് ഒരു പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റിനെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ, ലെഫ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കിട്ടും. അവിടെ നിങ്ങൾക്ക് ചാനലിനെ ഹൈപ്പ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ലൈക്ക് അടിക്കുന്നതിനേക്കാളും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഹൈപ്പ് എന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ, എൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇഷ്ടമായെങ്കിൽ, എന്നെ ഇഷ്ടമായെങ്കിൽ ആ ഹൈപ്പ് ഒന്ന് കൊടുക്കാൻ മറക്കരുത്. കമൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ നല്ലൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.